അങ്ങ് നല്ലവനാണ്, അങ്ങ് വല്ലഭനാണ്. അങ്ങ് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങേ സ്നേഹിക്കുന്നു. ഇനിയും ആഴത്തിൽ ആഴത്തിൽ അങ്ങയോട് ചേരാൻ ഞങ്ങൾ കൊതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാൻ ഞങ്ങൾ കാംക്ഷിക്കുന്നു. മഴയ്ക്കായി വേഴാമ്പൽ കാംക്ഷിക്കുന്നത് പോലെ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇനിയും ഞങ്ങളെ കൊണ്ടുപോകണം. പകരം തരാൻ ഞങ്ങൾക്കൊന്നുമില്ല. എന്നെ തന്നെ മുഴുവനായി അങ്ങേക്കായി തരുന്നു. അങ്ങനെ പറയുവാൻ കഴിവുള്ളവർ കർത്താവിന്റെ സന്നിധി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ഇന്ന് പകൽ പുതിയ നിയോഗങ്ങൾ വീഴുമെന്ന് കർത്താവ് പറയും. മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറ, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെന്ന് ദൈവം നിങ്ങളെ വെളിപ്പെടുത്തും. ദൈവവും നീയുമായുള്ള ബന്ധത്തിൽ നീ വിശ്വസ്തത കാണിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ കാൺകെ കർത്താവ് നിന്നെ മാനിക്കും. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശയിലൂടെ അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ കർത്താവ് ഇങ്ങനെയൊക്കെ മോശയെ വഴി നടത്തി. കർത്താവ് മോശയെയും ഇസ്രായേൽ ജനത്തെയും വിടുവിച്ചു എന്നുള്ള ശ്രുതി തന്റെ അമ്മായിയപ്പനായ യിത്രോ അറിഞ്ഞപ്പോൾ അതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന യിത്രോ മോശയുടെ അടുക്കലേക്ക് വന്നു. മോശ ജനത്തിന് ന്യായപാലനം ചെയ്യുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. കഴിഞ്ഞ നാളുകൾ ആടുമേച്ചുകൊണ്ടിരുന്ന മോശ ദൈവത്തിന്റെ ഒരു വിളി കേട്ടനുസരിച്ചപ്പോൾ തന്റെ കുടുംബക്കാർക്ക് അത്ഭുതമായതുപോലെ ഇന്ന് പകലിൽ കർത്താവിന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന, കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന നിങ്ങളെ കർത്താവിനും ഒരു ചരിത്രമാക്കുവാൻ, നിങ്ങളുടെ ബന്ധുക്കൾ കാണുക, നിങ്ങളുടെ അയൽവാസികൾ കാണുക, നിങ്ങളുടെ സഹോദരങ്ങൾ കാണുക, നിങ്ങളെ മാനിക്കുവാൻ കർത്താവിന് കഴിയും. അതുവരെ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന സാഹചര്യങ്ങളെല്ലാം മാറി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പിന്മാറാതിരുന്നാൽ മതി. ഇനിയും അധികമായി ആഴമായി
കർത്താവിനെ സ്നേഹിപ്പാൻ. എരിതീയിൽ വീണാലും അവിടെ ഏകനാകാതെ നിങ്ങളോടൊപ്പം കർത്താവ് കൂടെ ഉണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോ രാജാവ് ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തെ നമസ്കരിക്കാതെ വന്നപ്പോൾ, അവരെ തീച്ചൂളലിട്ടപ്പോൾ നാലാമതായി ഇറങ്ങി വന്നതാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ ഏതവസ്ഥകളിലും കർത്താവ് കൂടെ ഉണ്ടാവും. കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. ഒരു പരീക്ഷ ദൈവം അനുവദിച്ചാൽ അതിനുള്ള പരിഹാരം യഹോവ തന്നെ കണ്ടിട്ടുണ്ട്, ദൈവം കണ്ടിട്ടുണ്ട്. അതിനുള്ള പരിഹാരം പ്രാപിപ്പാൻ, പരിഹാരം കാണുവാൻ നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. നിങ്ങളെ കൈവിടാതെ, നിങ്ങളെ ഉപേക്ഷിക്കാതെ, നിങ്ങളുടെ ഏതവസ്ഥയിലും കർത്താവിന് കൂടെ നിൽപ്പാൻ കഴിയും. പക്ഷെ ഒരു കണ്ടീഷൻ, വീണ്ടും പറയുന്നു, കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനോട് ചേർന്ന് നടക്കണം. അങ്ങനെ ആയിത്തീരുവാൻ ഇന്ന് പകലിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. കർത്താവിനോട് പറയാം, ഇന്ന് പകലിൽ കർത്താവിന് ആരാധന കൊടുക്കാം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ഈ സഭയെ സ്നേഹിക്കുന്നുണ്ട്. അടുത്തൊരു റലത്തിലേക്ക് കർത്താവ് സഭയെ മാറ്റാൻ പോവുകയാണ്. ആ തലത്തിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ, ഇതുവരെ നമ്മെ തിരിഞ്ഞു നോക്കാതിരുന്ന, ഇതുവരെ ഇങ്ങനെ ഒരു സഭയുണ്ട്, അവിടെ നിങ്ങൾ വരണമെന്ന് വിളിച്ചിട്ട് വരാതിരുന്ന, വില വയ്ക്കാത്തതിനൊക്കെ വില വരാൻ പോവുകയാണ്. കർത്താവ് വീണ്ടും നമ്മെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒരു ഗാനം കൂടെ പാടി കർത്താവിന് ആരാധന കൊടുക്കാം. എല്ലാ ദൈവമക്കളും കരങ്ങളെ അടിച്ച് പാടി ഇന്ന് പകൽക്കാലം നമ്മുടെ സ്നേഹിതനായ, നമ്മുടെ അപ്പനായ കർത്താവിന് ആരാധന കൊടുക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ,
യേശുവൻ ഒരു നിമിഷം എഴുന്നേറ്റ് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നത് യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചു പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം
അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതീതനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതീതനല്ല. സാത്താന് ശക്തിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന് ശക്തിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ച് പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇത് കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇത് കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലം മാറിപ്പോകും. അധികാരത്തോടെ വൈണം ചാരം പ്രകടം 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 ശൈഡവനാരകതേരമല ശബ്ദ
Rikara tarala ribarabala tibiribiribiri. La satara riboro torolo. Rimanabala judara tarala. Rimonoloro corianderia. Rimonolori karataralaba. நீர் வந்தால் சூழ்நிலை மாறுமே, முடியானது சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியானது சாத்தியமாகுமே. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நீர் வந்தால் சூழ்நிலை மாறுமே, முடியானதும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியானதும் சாத்தியமாகுமே. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவான ஆவியானவரே நீர் வரும்போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே நீர் வரும்போது குறைவுகள் மாறுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியானதும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியானதும் சாத்தியமாகுமே. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே കർത്താവേ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഒക്കെ ഇറങ്ങി വന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് പകല് ഞങ്ങളെ തൊട്ട കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടുന്നതെന്ന് ദാനം ചെയ്യുവാൻ
ഒന്നിൽ ഈ പകലിൽ ഞങ്ങളോടൊപ്പമുള്ള കൃപയ്ക്കായി നന്ദി പറയും. അങ്ങയുടെ ദൂതന്മാരുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആ കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മൊത്തം കൊടുത്താട്ടെ. കരങ്ങളടിച്ച് നിൽക്കുമ്പോൾ സിസ്റ്റർ അഖില മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനങ്ങളിൽ നിന്നൊരു ഭാഗം വായിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 14 1 മുതൽ തീർത്ത് വരെ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. സിയോനിൽ നിന്നോ ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇവിടെ 14-ാം സങ്കീർത്തനം ദാവീദ് സംഗീത പ്രമാണിക്ക് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. 1-ാമത്തെ വചനം നോക്കാം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അതായത് ദൈവമില്ല എന്ന് പറയുമ്പോൾ ആ മൂഢൻ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 9-ാം വാക്യം നോക്കാം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അതായത് ദൈവത്തിൽ നിന്നുള്ള ഓരോ ഉപദേശങ്ങളും നമുക്ക് വചനം പഠിപ്പിച്ചു തരുന്ന ഒരു അഭിഷിക്തൻ നമുക്ക് ദൈവികമായ പല ഉപദേശങ്ങളും പല വചനങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊള്ളാതെ ലോകപരമായി ചിന്തിച്ച് മുഖം തിരിച്ചു പോകുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോകത്തിൽ നിന്ന് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരെ മൂഢന്മാരെന്നാണ് ഇവിടെ പറയുന്നത്. അത് അവർ മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്നാണ്. ദൈവം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നാണ്. ഇവിടെ ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ ലോകപരമായി നമ്മൾ പഠിച്ച് വിദ്യാഭ്യാസം നേടുന്ന ബുദ്ധിമാനെ അല്ല, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെയാണ് ഇവിടെ നോക്കുന്നത്. അതിന് താഴെ കൊടുത്തിരിക്കുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും തന്നെ അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ തൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നതുമില്ല. അതായത് പാപം ഈ ലോകത്തെ മുഴുവനായി വിഴുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ലോകപരമായി ചിന്തിച്ച് ലോകത്തിൽ നിന്നുള്ളത് പ്രവർത്തിച്ച് വരുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥന പോലും വരുന്നില്ല എന്നാണ്. സാത്താന്യ ലോകം ശരിക്കും ഈ ലോകത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ലോകപരമായി ചിന്തിച്ച് ലോകത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന പോലും നമ്മുടെ വായിൽ വരുന്നില്ല. അതുപോലെ തന്നെ 2-ാമത്തെ വാക്യത്തിലുള്ള ബുദ്ധിമാനെക്കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ എവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. അതായത് ഇവിടെ നീതിയോടെ പ്രവർത്തിക്കുന്നവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. നമുക്ക് അബ്രഹാം പിതാവിനെ നോക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് നീതിയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്നപ്പോൾ അബ്രഹാം പിതാവിൻ്റെ തലമുറയെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിച്ച് നടന്നു. അതുപോലെ തന്നെ യാക്കോബിനെ അനുഗ്രഹിച്ചു. അതുപോലെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നിന്റെ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്നോ ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതായത് സിയോനിൽ നിന്നോ ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, അതായത് നമ്മൾ ഇന്ന് ഏത് സ്ഥിതിയിലായിരുന്നാലും, കടഭാരമായാലും രോഗമായാലും ഒറ്റപ്പെടലായാലും നിന്നയായാലും ഏത് സാഹചര്യത്തിലായാലും
നമ്മെ മാനിക്കുന്ന, നമ്മോട് ഇറങ്ങി വരുന്ന യഹോവ നമ്മുടെ മധ്യത്തിലുണ്ട്. അതായത് ദാവീദിനെ തന്നെ നമുക്ക് നോക്കാം. ആട്ടിടയനായിരുന്ന ദാവീദിനെ, ആ ദാവീദിൻ്റെ സ്ഥിതി മാറ്റി ഒരു രാജാവാക്കി മാറ്റിയ ഒരു യഹോവയുടെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ സ്ഥിതി ഇന്നത്തെ അവസ്ഥയിൽ എന്തു തന്നെ ആയാലും ആ സ്ഥിതിയെ മാറ്റി നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് മ്ലേച്ഛത പ്രവർത്തിക്കാതെ, മുഖം തിരിച്ച് നടക്കാതെ, ഹൃദയത്തിൽ ഒന്ന് പറഞ്ഞിട്ട് മാനുഷികമായല്ല നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റു പലതും ചിന്തിക്കുന്നത് പോലെ അല്ല, പൂർണ്ണമായി നാം ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുക. പൂർണ്ണതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറ ഏറ്റവും അധികമായി അനുഗ്രഹിക്കപ്പെടും. ഇന്നത്തെ സ്ഥിതികളെല്ലാം മാറി അത്രയും ശക്തമായ യഹോവയുടെ സന്നിധിയിൽ, പണ്ട് ദൈവം എത്രത്തോളം ഓരോരുത്തരെയും അനുഗ്രഹിച്ചുവോ, എത്രത്തോളം സ്ഥിതിയെ മാറ്റിയോ, അതുപോലെ പവറോടെ നമ്മുടെ മധ്യത്തിൽ ഇന്നും ആ യഹോവയുണ്ട്. നമ്മൾ പലപ്പോഴും പല രീതിയിലും നമ്മൾ മാനുഷികമായും പലരും മൂഢന്മാരായിട്ടുണ്ട്. അതായത് ലോകപരമായി ചിന്തിക്കുമ്പോൾ രോഗത്തിലായാലും ദുഃഖത്തിലായാലും പല ദാരിദ്ര്യത്തിലായാലും നമ്മൾ മനുഷ്യരിൽ ആശ്രയം വെച്ച് യഹോവയ്ക്ക് ദൈവത്തിന് കഴിയില്ല എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ, അങ്ങനെയല്ല, നാം ദൈവത്തിന് പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹൃദയത്തെ അർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതിയെ മാറ്റി നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന യഹോവയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പകൽക്കാലം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തികളെ നോക്കാതെ കർത്താവും നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് വന്നാട്ടെ. ഈ പകൽക്കാലം കർത്താവും നിങ്ങളുമായി ഒരു ആത്മബന്ധത്തിലേക്ക് വരുന്നാട്ടെ. ആത്മാവാവുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിനും ആരാധിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ആരാധന പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതായി മാറട്ടെ. നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ദേഹം, ദേഹി, ആത്മമണ്ഡലം പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി 2025 വർഷത്തിന് മുന്നേ മരിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടൊരു സമർപ്പണ പ്രാർത്ഥന ആദ്യം നടത്തിയാട്ടെ. ആയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിനെക്കുറിച്ച് എറിവുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നതിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തിയ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്നെയും നിൻ്റെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സഭയെയും എല്ലാം നടത്തിയ കർത്താവിൻ്റെ കരത്തിലേക്ക് പൂർണ്ണമായും നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, സംസാരങ്ങൾ, നിങ്ങൾ എവിടെ പോയിരുന്ന സ്ഥലത്തോ എവിടെയായിരുന്ന സ്ഥലത്തോ കൊടുക്കൽ വാങ്ങലുകൾ വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. ഈ പകൽക്കാലം ഈ വിശുദ്ധ ആരാധന നടക്കുന്ന സ്ഥലത്ത്, കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിച്ചാൽ, പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഭാരങ്ങൾ ഇതിനകത്ത് ഇറക്കി വെച്ച് കർത്താവിനെ സ്വന്തം ആരാധിച്ചാൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്താൽ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നിങ്ങളെ കർത്താവ് കൈവിടുകയില്ല. ഈ പകൽക്കാലം പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. തുടർന്ന് നടക്കാനിരിക്കുന്ന മീറ്റിങ്ങുകളെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ മുൻപും പിൻപും ഇടതും വലതുമായി അങ്ങയുടെ ദൂതന്മാർ സഞ്ചരിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നദാ അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, വാനവും ഭൂമിയും സൃഷ്ടിച്ചവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, യാഹാകുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠമായി വാണരുന്നവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് ഈ പകൽക്കാലവും ഞങ്ങളെ ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നല്ലൊരു കാലാവസ്ഥയെ തന്ന കർത്താവേ, ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിച്ച കർത്താവേ, ഞങ്ങളെ ഇന്ന് നാദായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങ് പൂർണ്ണമായും കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ സ്തുതിക്കുന്നു. കർത്താവേ, യഹോവ നിസ്യായവനെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, യഹോവ റാഫയായവനെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, യഹോവ ഷമ്മയായവനെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, യഹോവ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവനെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാവരുടെ വായ്കൾ തുറന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾ
ഞങ്ങളുടെ യാഗമെന്ന യാഗത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. നിങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ സംരക്ഷിച്ചവനെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ സംരക്ഷിച്ച കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വരാവുന്ന ആപത്തനങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചവനെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലവും ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഉപയോഗിക്കുവാൻ പോകുന്ന കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ പകൽക്കാലം നല്ല വചനത്തെ ഞങ്ങൾക്കായി നൽകുവാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുകളും സൗഖ്യങ്ങളും വചനത്തിലൂടെ നൽകുവാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നല്ല നടപ്പിൽ നടത്തുവാൻ തക്കവണ്ണമുള്ള ഇരുതാൽ മൂർച്ചയുള്ള വചനത്തെ ഇന്ന് പകൽക്കാലം നൽകുവാൻ പോകുന്ന നന്ദി. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവെ, വലിയ കരം ചലിക്കട്ടെ. കർത്താവെ, പരിശുദ്ധ പിതാവെ, നല്ലൊരു വർഷിപ്പിന് തന്നതിനായി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വർഷിപ്പ് ലീഡ് ചെയ്തവരെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വചനവുമായി നിൽക്കുന്ന സമയത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിങ്ങളുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സംസാരത്തിലൂടെ കർത്താവെ, രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലോ അത് ചെറുതും വലുതുമായ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, വചനാടിസ്ഥാനമല്ലാതെ എന്തെങ്കിലും ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവയെല്ലാം കർത്താവിൻ്റെ കരത്തിലേക്ക് നൽകുന്നു. കർത്താവെ, നിങ്ങളുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ഇന്ന് ഇനി തുടർന്നുള്ള സമയങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കഴിഞ്ഞ് ഞങ്ങളെ മറച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നവനെ, ഞങ്ങളുടെ ചെറുതും വലുതുമായ കുറ്റങ്ങളെ ഓർമ്മിപ്പിച്ച് കർത്താവെ, ഞങ്ങളെ നേരായ പാതയിൽ വഴി നടത്തണമേ. കർത്താവെ, നിത്യതയിലെത്തുവോളം അങ്ങ് സംരക്ഷിക്കണമേ. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ, കുറ്റങ്ങളെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചവനെ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. കർത്താവെ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കുള്ള ബന്ധുക്കളെ, ചാർച്ചക്കാരെല്ലാം കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നദ്ധി സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തണം. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. കർത്താവെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നകത്തുനിന്ന് കർത്താവിനെ അറിയാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരും കർത്താവിനെ അറിയുവാൻ, യഥാർത്ഥമായ വിശുദ്ധ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വിശുദ്ധന്മാരായ വിശുദ്ധകളായി ജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിത ശൈലികൾ അവർക്ക് ഒരു അത്ഭുതമായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ നടപ്പും വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, ജീവിതത്തിനുണ്ടായ വ്യതിയാനങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് അത് ഞങ്ങളുടെ സാക്ഷികൾ ആയിരങ്ങളെ, പതിനായിരങ്ങളെ കർത്താവിനോട് പ്രയോജനപ്പെടുത്തുന്നതായി തീരുവാനുള്ള കൃപ ഒരുക്കണമേ. കർത്താവെ, ഒരു രോഗി സൗഖ്യമായപ്പോൾ കർത്താവെ, അവൻ ചാടിയും തുള്ളിയും സഭയ്ക്കകത്തേക്ക് കടന്നു വന്നപ്പോൾ ആയിരങ്ങൾക്കൊരു അത്ഭുതം തീർന്നതുപോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളെയും അങ്ങ് അത്ഭുതമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ പിതാവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നൽകുന്നു. കർത്താവെ, എല്ലാം അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് നൽകിയട്ടെ. കർത്താവെ, ചെറുതും വലുതുമായ എല്ലാ ഉപജീവന മാർഗ്ഗങ്ങളും അങ്ങ് തിരുകരങ്ങ് തരുന്നു. കർത്താവെ, വാഹനങ്ങൾ ഓട്ടിക്കുന്നവരുണ്ട്. കർത്താവെ, അപ്പോൾ ബിൽഡിംഗ് പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ട്. കർത്താവെ, അപ്പോൾ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവെ, സർക്കാർ ഇതര സേവനങ്ങൾ ചെയ്യുന്നവരുണ്ട്. കർത്താവെ, എല്ലാവരും അങ്ങ് തിരുകരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും ചെറുതും വലുതുമായ തൊഴിൽ മേഖലകളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. കർത്താവെ, ദൈവിക കരം ചലിക്കട്ടെ. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. കർത്താവെ, അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് തിരുകരങ്ങ് തരുന്നു. കർത്താവെ, അടുത്ത ഒരു യൗവന തലമുറ സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുവാൻ പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വലിയത് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് തിരുകരങ്ങളെ തരുന്നു. കർത്താവെ, കർത്താവെ, പ്രാർത്ഥിച്ച് കരഞ്ഞു കിട്ടിയ കുഞ്ഞിനെ അപ്പോൾ ശമൂവേൽ പ്രവാചകൻ്റെ കീഴിൽ കൊണ്ടാക്കിയതുപോലെ കർത്താവെ, സഭയുടെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ സഭയ്ക്കകത്ത് നടക്കുന്ന വചനവും കൃപാവരങ്ങളും മറ്റുള്ള ശുശ്രൂഷകളും കണ്ടിട്ട് അവരുടെ ജീവിതത്തിനകത്തും പരിശുദ്ധാത്മാവ് തൊട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാലും അന്യഭാഷയാലും നിറഞ്ഞ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനേക്കാൾ കർത്താവ് വളർത്തുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, വളർന്നു വരുവാൻ തക്കവണ്ണം നിങ്ങൾ പൂർണ്ണമായും കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് തിരുകരങ്ങ് തരുന്നു. കർത്താവെ, തിരുനാമം അനുസരിച്ച് അവർ ജീവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ
ഞങ്ങളുടെ യൗവനക്കാരെ അങ്ങ് തിരുകരങ്ങൾ തരുന്നു കർത്താവെ. അവരുടെ വിദ്യാഭ്യാസം, കോളേജ് ജീവിതം നാഥ കർത്താവെ, യാത്രകൾ, അവരുടെ നാഥ മറ്റുള്ള ഇതര ജീവിതങ്ങൾ കർത്താവെ, അപ്പോൾ മൾട്ടിമീഡിയ ഉപയോഗം എല്ലാത്തിനെയും കർത്താവിൻ്റെ കരത്തിലേക്ക് നൽകുന്നു കർത്താവെ. ദൈവപ്രവൃത്തി ഞങ്ങളുടെ യുവജനങ്ങളുടെ മേലും മുതിർന്നവരുടെ മേലും വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെട്ട് ഒരു ഈവൽ പ്രവർത്തനങ്ങളും ഒരു ഡീമൻ സ്പിരിറ്റുകളും ഇവരുടെ മേൽ വർക്ക് ചെയ്യാതെ വണ്ണം കർത്താവിൻ്റെ വലിയ കരം ചലിക്കുവാൻ കുടുംബജീവിതങ്ങളുടെ മേൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മദ്യപാന്മാർ മാനസാന്തരപ്പെടട്ടെ കർത്താവെ. കുടുംബങ്ങളിൽ മദ്യം കഴിക്കുന്ന വ്യക്തികൾ മാനസാന്തരപ്പെടട്ടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ചകൾ ഒന്നിക്കട്ടെ കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവെ. ജനം കർത്താവിന് വേണ്ടി ജീവിക്കട്ടെ കർത്താവെ. സന്തോഷമുള്ള കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ കർത്താവെ. ഈ സമയം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ അഗ്നി വെളിപ്പെടട്ടെ കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവെ. ജനം വിടുതൽ പ്രാപിക്കട്ടെ കർത്താവെ. കുടുംബങ്ങളിലുണ്ടായിരിക്കുന്ന അനാരോഗ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ കർത്താവെ. കുടുംബങ്ങളിലുണ്ടായിരിക്കുന്ന വാക്കുതർക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക കരം ചലിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങ് തിരുകരങ്ങൾ തരുന്നു കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ഹീലിംഗ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ഫിനാൻഷ്യൽ ഹീലിങ്ങിനെ പ്രസ്താവിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനകത്തായിരിക്കുന്ന ജനങ്ങളുടെ മേൽ ഹീലിംഗ് ഉണ്ടാവട്ടെ കർത്താവെ. സാമ്പത്തിക ഭദ്രതകൾ ഉണ്ടാകട്ടെ കർത്താവെ. ആരോഗ്യ ഭദ്രത ഉണ്ടാകട്ടെ കർത്താവെ. കുടുംബജീവിതത്തിനകത്ത് ശക്തമേറിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ഞങ്ങളുടെ യൗവനക്കാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ കർത്താവെ. ഞങ്ങൾ കർത്താവ് വീരപ്രവൃത്തികൾ വിശ്വസിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഉണ്ടാകട്ടെ കർത്താവെ. ജനം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ജനമായി മാറട്ടെ കർത്താവെ. ദേശങ്ങൾ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഈ സഭ ഉണർവിലേക്ക് വരട്ടെ കർത്താവെ. ദൈവപ്രവൃത്തി ഇതിനകത്ത് ഉണ്ടാകട്ടെ കർത്താവെ. അതിനുള്ള ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങട്ടെ കർത്താവെ. ദൈവസഭയുടെ അകത്ത് വലിയ ഡെലിവറൻസുകൾ നടക്കട്ടെ കർത്താവെ. ആർക്കും മറച്ചു വയ്ക്കുവാൻ കഴിയാത്ത അത്ഭുതമായി സഭ മാറട്ടെ കർത്താവെ. ദൈവിക കരം ചലിക്കണം കർത്താവെ. അങ്ങയുടെ വലിയ കരം ചലിക്കണം കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് രോഗികളായിരിക്കുന്നവർ അങ്ങ് തിരുകരങ്ങൾ തരുന്നു കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ സൗഖ്യമായി അടുത്ത ദിവസങ്ങൾ സാക്ഷീകരിക്കുവാനുള്ള കൃപ ഒരുക്കണം കർത്താവെ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്ന എല്ലാ വ്യക്തികളുടെ മേലും ജീവിതങ്ങളുടെ മേലും ദൈവസാന്നിധ്യം വെളിപ്പെടണം. ദൈവിക കരം ചലിക്കണം. എല്ലാ ഭിന്നതകളും മാറട്ടെ എല്ലാ കർത്താവെ. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളും പൊളിയട്ടെ കർത്താവെ. ദൈവിക സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടെന്നത് മീഡിയ വഴി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടെന്നത് അവരുടെ രഹസ്യത്തിലും പരസ്യത്തിലുമുള്ള എല്ലാ പ്രാർത്ഥനകളുടെ മറുപടികൾ ഈ ദിവസങ്ങൾ ലഭിക്കട്ടെ കർത്താവെ. ദൈവിക കരം അവരുടെ ജീവിതത്തിനകത്തും വെളിപ്പെടട്ടെ കർത്താവെ. ഏത് ദേശത്തിൽ നിന്നും ഏത് രാജ്യത്തിൽ നിന്നത് കണ്ടുവാലും അവിടെ ദൈവശക്തി അവരുടെ മേൽ ഒരേപോലെ ചലിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സഭയ്ക്കകത്ത് ചലിക്കുന്നതിനേക്കാൾ ഉപരി അവരിലും ചലിക്കുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണം കർത്താവെ. വചനം അങ്ങയുടേത് കർത്താവെ. ഞാൻ അങ്ങയുടേത് കർത്താവെ. ഇതിനകത്ത് കർത്താവെ കേൾവിക്കാരായിരിക്കുന്ന മറ്റുള്ള മക്കൾ അങ്ങയുടേത് കർത്താവെ. അങ്ങയുടെ വലിയ മന്ന കർത്താവെ ഈ ആടുകൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അവർ 30, 60, 100 മേനിയായി വിളയുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ദൈവിക കരം ചലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഓരോരോ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാട്ടെ. ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന സഹോദരനാണെങ്കിൽ സഹോദരന് കൈ കൊടുത്തിട്ട് പറ, സഹോദര, നിന്നെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സഹോദരിയാണെങ്കിൽ സഹോദരി, നിന്നെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം, കൈയെടുത്ത, ഈ സ്വാതന്ത്ര്യം നിന്റെ ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ കർത്താവ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നാം ഒരു അടിമ നുഖത്തിലായിരുന്നു. ആ അടിമ നുഖത്തിൽ നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാക്കി വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മെ കർത്താവ് അടിമ നുഖത്തിൽ നിന്ന് വീണ്ടെടുത്തുവെന്ന് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം. അതിന് നന്ദിയുള്ള ഹൃദയമുള്ളവരായി കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ.
ദൈവം നിനക്ക് തന്ന നന്മകളെ, ദൈവം നിനക്ക് തന്ന അവസരത്തെ, ദൈവം നിനക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ഉറപ്പായും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി നിങ്ങൾ ജീവിതകാലം എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുന്നോ അത്രയും കാലം ആ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കി ജീവിക്കണം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പലരും പാരമ്പര്യം എന്ന അടിമത്തത്തിൽ കിടന്നവരാണ്. ഇതിനകത്ത് ഇരിക്കുന്ന പലരും, അല്ലെങ്കിൽ എന്നെ വീഡിയോയിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ കാണുന്ന പലരും പൈശാചിക ബന്ധനത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നവരാണ്. നിങ്ങൾ കർത്താവ് വിടിവിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, 2025 വർഷത്തിന് മുന്നേ കർത്താവ് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചുവെന്നും ആ കർത്താവ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് ജീവിക്കുന്നുവെന്നും ആ കർത്താവ് ഇന്നും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്നും തിരിച്ചറിഞ്ഞ് ആമേൻ പറഞ്ഞ് സ്തോത്രമെന്ന ആദരയോഗത്തോടെ കർത്താവിനെ എപ്പോഴും ആരാധിക്കുകയും എപ്പോഴും സ്തുതിക്കുകയും കർത്താവിനെ എപ്പോഴും ആരാധനയും സ്തുതിയും യാഗവും നൽകി കർത്താവിനെ വിശുദ്ധ ശരീരമായി, വിശുദ്ധ മന്ദിരമായി നിൻ്റെ ശരീരത്തെ ഒരുക്കി നീ ജീവിച്ചാൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. കാരണം കർത്താവ് ഒരു യാഗത്തിലൂടെ, ഒറ്റ പ്രാവശ്യം ഒരാളെ യാഗത്തിലൂടെ കർത്താവ് വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ വ്യക്തിക്ക് ആടുമനുഖത്തിൽ കഴിയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ കർത്താവ് അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നിനക്ക് എന്തൊക്കെ അടിമനുഖമുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ മുന്നിൽ കർത്താവ് വച്ചിരിക്കുന്ന ഒരൊറ്റ വിശ്വാസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് മാത്രമുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടിലൂടെ കർത്താവ് കാൽവരി ക്രൂശിൽ നിനക്ക് തന്ന യാഗത്തിലൂടെ നിനക്ക് തന്ന സ്വാതന്ത്ര്യത്തെ കർത്താവിൽ നിന്ന് നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. രോഗമെന്ന അടിമനുഖത്തിൽ നിന്ന് നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. സാമ്പത്തികമെന്ന അടിമനുഖത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്നു. പാരമ്പര്യം എന്ന് പറയുന്ന അടിമനുഖത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്നു. നിന്നെ ദേശത്തിൻ്റെ മുന്നേ, മറ്റുള്ളവരുടെ മുന്നേ ഒറ്റപ്പെടുത്തിയ പൈശാചിക സാന്നിധ്യങ്ങളുടെ അല്ലെങ്കിൽ ഇരട്ടിൻ്റെ സാന്നിധ്യങ്ങളിൽ നിന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. നീ ഏതൊക്കെ അടിമനുഖത്തിൽ കിടന്നു, അത് ഫറവോനെ അടിമനുഖമായാലും ദേശാന്തര ശക്തികളുടെ അടിമനുഖമായാലും കുടുംബ പാരമ്പര്യ ബന്ധനങ്ങളുടെ അടിമനുഖമായാലും ജനറ്റിക് പ്രോബ്ലങ്ങളിലൂടെ അടിമനുഖമായാലും എന്ത് പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നീ കടന്നിട്ടുണ്ടോ ആ പ്രശ്നത്തിൽ നിന്നെല്ലാം കർത്താവ് കരം പിടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക, നീ ബിലീവ് ചെയ്യുക. നിൻ്റെ ജീവിതം കർത്താവ് മാറ്റിയെന്ന് നീ വിശ്വസിക്കുന്ന സമയം തന്നെ ആ അടിമനുഖത്തിൽ നിന്ന് നിനക്ക് കർത്താവ് തന്ന സ്വാതന്ത്ര്യം നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നിൻ്റെ ജീവിതത്തിനകത്ത് ആ സ്വാതന്ത്ര്യത്തെ നീ അനുഭവിച്ച് നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നിനക്ക് മാത്രം അവകാശമാക്കാതെ, ജഡത്തിന് അവസരം ഒരുക്കാതെ മറ്റുള്ളവർക്ക് കൂടെ അവസരം ഒരുക്കുന്ന രീതിയിൽ ജീവിച്ചാൽ നീ കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതമായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ കുടുംബത്തിൽ നടന്ന അത്ഭുതത്തെ, നിൻ്റെ കുടുംബത്തിൽ നടന്ന സ്വാതന്ത്ര്യത്തെ, നിനക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നീ ആദ്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തത് ഏത് മേഖലയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയാമോ? അറിയാമോ? അറിയാമെങ്കിൽ നിങ്ങൾ ആ ദേശത്തിനകത്തൊരു സാക്ഷിയായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസും ശീലാസുമായി നടന്നു പോയ സമയത്ത് 40 വർഷത്തിലധികം ഗോപുര നടയിൽ യാചിച്ചു കൊണ്ടിരുന്ന വ്യക്തി ചാടി എണീറ്റു. ഹല്ലേലൂയ. അവർ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരോട് അവൻ ഭിക്ഷയാചിച്ചു. അവർ വെള്ളിയും പൊന്നുമൊന്നുമില്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യത്തെ അവൻ്റെ മേൽ പ്രഖ്യാപിച്ചു. അവൻ ജന്മന മുടന്തനായിരുന്നുവെന്ന് പോലും തിരിച്ചറിയാതെ ചാടി എണീറ്റ് തുള്ളി ആരാധിച്ച് സഭയ്ക്കകത്ത് കയറിയപ്പോൾ അതൊരു അത്ഭുതമായി തീർന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ മറ്റുള്ളവരുടെ മുന്നേ തുള്ളിയും ആരാധിച്ചും സ്തുതിച്ചും കർത്താവിന് ഒരു അത്ഭുതമായി നീ തീരണം. ഹല്ലേലൂയ. നീ പിന്നീട് ഒരു അടിമനുഖത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ജഡത്തിന് സന്തോഷമുണ്ടാകുന്ന രീതിയാണ് അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് കിട്ടും? ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം കിട്ടും. ഹല്ലേലൂയ. 1947 നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ച് കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിമനുഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആയതുപോലെ
400 വർഷം പ്രവാസത്തിൽ കിടന്ന ഇസ്രായേൽ ജനങ്ങളെ മോശ എന്ന ഒരു പ്രവാചകനിലൂടെ യഹോവയായ ദൈവം വിളിച്ച് വേർതിരിച്ചു കൊണ്ടുപോയപ്പോഴും അവിടെയും സന്തോഷവും ആർപ്പുവിളിയും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ പുതിയ നിയമസഭയെ, പുതിയ ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെറുതും വലുതുമായ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ഒരിക്കലും അത് അവസരങ്ങളെ ജഡത്തിന് അവസരമാക്കാതെ നിന്റെ ജീവിതത്തെ പൂർണ്ണമായും ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്ന സ്വാതന്ത്ര്യത്തെ ഞാൻ എൻ്റെ ദേശത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ചാർച്ചക്കാരോട് ഇന്നു മുതൽ പ്രസ്താവിക്കുമെന്ന് പറ. നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വാ. ദൈവം നിങ്ങൾക്കും അത്ഭുതം ചെയ്യുമെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതം ഒരു അത്ഭുതമാക്കുവാൻ നിനക്ക് കഴിയും. കാരണം നീ മറ്റുള്ളവരുടെ മുന്നേ ഒരു അത്ഭുതമാകുവാൻ തീരുമാനിച്ചാൽ, ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ നീ രഹസ്യമാക്കി വെക്കാതെ അത് പരസ്യമായി വിളിച്ചു പറയുന്നവനായി മാറിയാൽ കർത്താവ് നിന്നെ വീണ്ടും വീണ്ടും വിടുവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ജഡത്തിൽ അതിന് അവസരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൈശാചിക ബന്ധനത്തിൽ കിടന്ന രോഗിയായിരുന്ന വ്യക്തികളോട് കർത്താവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കർത്താവ് വെടിവെച്ച ശേഷം അവരോട് ചോദിച്ചാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നത് പറയും. ഹല്ലേലൂയ. എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് ആ സന്തോഷം? ഹല്ലേലൂയ. ഈ സന്തോഷം എത്ര പേരോ പറഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ പറഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ചിലർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സന്തോഷത്തെ ജഡത്തിന് അവസരമാക്കി മാറ്റും. കഴിഞ്ഞ നാളുകൾ കിട്ടാത്ത സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ജഡത്തെ ഉപയോഗിച്ച് തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ച സന്തോഷം ആത്മാവിലുള്ള സന്തോഷമാണ്. നിങ്ങൾക്ക് കിട്ടിയ വിടുതൽ ഇരുട്ടിൻ്റെ സ്ഥാനത്തിൽ നിന്നാലും രോഗത്തിൽ നിന്നായാലും നിൻ്റെ ഈ മൺകൂടാരത്തെ ക്രിസ്തു ഏറ്റെടുത്തതിൻ്റെ സന്തോഷമാണ്. നിനക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ ജഡത്തിന് അവസരമാക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസരമാക്കിയാൽ വീണ്ടും നീ എവിടെ പോകും? അടിമ നുഖത്തിൽ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തോളിലാണ് അടിമ നുഖം വയ്ക്കുന്നത്. അധികാരം ഷോൾഡറിലാണ്. ആ അധികാരത്തിന്മേൽ പിശാച് അടിമ നുഖം വെച്ചാൽ നമ്മൾ കൂനിപ്പോകും. നമ്മൾ തല ഉയർത്തുവാൻ കഴിയാത്തവരായി പോകും. നമ്മൾ മറ്റുള്ളവരുടെ മുന്നേ യാചിക്കുന്നവരായി തീരും. മറ്റുള്ളവരുടെ മുന്നേ കരയുന്നവരായി തീരും. മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുന്നതിന് പകരം, കർത്താവിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പറയുന്നതിന് പകരം മറ്റുള്ളവരോട് നമ്മുടെ സങ്കടങ്ങളെ ബോധിപ്പിക്കുന്നവരായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം വീണ്ടും വീണ്ടും അടിമനുഖത്തിലേക്ക് പോകരുത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുന്നേ കൈ നീട്ടിയിട്ടില്ലേ? രോഗം വന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നേ കരഞ്ഞിട്ടില്ലേ? ജനവും പാരമ്പര്യവും ലോകവും നമ്മളെ ഉപേക്ഷിച്ച് ദേശത്തിൻ്റെ മുന്നേ നമ്മൾ ഒറ്റപ്പെട്ട് നമ്മൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടില്ലേ? നമ്മുടെ മക്കൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ വന്ന് നമ്മളെ സ്നേഹിക്കാതെ നമ്മൾ കരയേണ്ടി വന്നിട്ടില്ലേ? അവിടെ നിന്നെല്ലാം കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നിന്ന് നല്ലൊരു അപ്പനുണ്ടെന്നും ആ അപ്പൻ്റെ ആത്മാവാകുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയും തന്ന് നമ്മളെ പൂർണ്ണമായും സന്തോഷവതിയാക്കി നിർത്തിയിരിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, ആ ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ നീ ഒരിക്കലും അടിമനുഖത്തിലേക്ക് കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. വീണ്ടും പാരമ്പര്യത്തിന് അടിമയായി തീരരുത്. വീണ്ടും ലോകത്തിൻ്റെ അടിമയായി തീരരുത്. വീണ്ടും ശാപത്തിനടിമയായി തീരരുത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു യാഗമേ ഉള്ളൂ. ആ യാഗം നമുക്ക് വേണ്ടി, പരമോന്നത യാഗം 2025 വർഷത്തിന് മുന്നേ നമുക്ക് വേണ്ടി കഴിഞ്ഞു. ഹല്ലേലൂയ. അതിൽ പങ്കാളിയായ നാം ഇനി ജീവിക്കേണ്ടത് കർത്താവിൻ്റെ വിശുദ്ധ ജനമായി, വിശുദ്ധ ജാതിയായി, കർത്താവിൻ്റെ ശരീരമായി, കർത്താവിൻ്റെ മന്ദിരമായി, കർത്താവിൻ്റെ നാവായി, കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി, കർത്താവിൻ്റെ കരമായി, ദേശത്തിനകത്ത് ഉണർവിന് വേണ്ടി ചലിക്കുന്ന ജന്മങ്ങളായി അല്ലെങ്കിൽ ജീവിതങ്ങളായി മാറണം. ഹല്ലേലൂയ. നമ്മളെപ്പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന അടിമ നുഖത്തിൽ കിടക്കുന്നവരോട് ചെന്ന് പറയണം, യേശു നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്നെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദേശത്തിനകത്ത് എന്നെ ഒറ്റപ്പെടുത്തി കിടന്നിടത്തുനിന്ന് കർത്താവ് എന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ രോഗമെന്ന അടിമനുഖത്തിൽ നിന്ന് കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ ജനമേ, അല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്നെ വിടുവിക്കുമെന്ന് നീ പറയുമ്പോൾ, ഹല്ലേലൂയ, ആ വിടുതലിൻ്റെ കരം കർത്താവ് ആ വ്യക്തികൾക്ക് വേണ്ടി നീട്ടും. ഹല്ലേലൂയ. അടങ്ങിയിരിക്കരുതേ. ഈ നാളുകൾ നീ വാ തുറക്കണം. സുവിശേഷമെന്ന സത്യം ലോകമറിയണം.
ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി നിൻ്റെ ജീവിതത്തെ നീ മാറ്റിവെക്കണം. കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തെ നീ ജനത്തിൻ്റെ മേൽ പ്രഖ്യാപിക്കണം. വചനത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവസഭയിലേക്ക് ജനത്തെ വിളിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കുമ്പോൾ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കും. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നു, സ്വാതന്ത്ര്യനാഥൻ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ഹല്ലേലൂയ. കർത്താവ് ഒരു ദിവസം നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതാണ്. വീണ്ടും ഞാൻ പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതകാലം, എത്ര യുഗം നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചാലും, എത്ര വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചാലും ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ നിലനിൽക്കും. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം നിങ്ങൾ വീണ്ടും അടിമനുഖത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കാതിരുന്നാൽ, ആകയാൽ അതിൽ ഉറച്ചു നിന്നാൽ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാതിരുന്നാൽ നിൻ്റെ ജീവിതകാലം മുഴുവൻ ആ സ്വാതന്ത്ര്യവും സന്തോഷവും നീ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും അല്പ ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും, അല്ലേ? മറക്കൂലേ? ഹല്ലേലൂയ. അങ്ങനെ മറന്നതിന് ശേഷം അതിൻ്റെ എത്രയോ ഇരട്ടി ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടോ ഇല്ലയോ? വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത കഷ്ടം വരുമ്പോൾ നമ്മൾ എവിടെയാണ് വീണ്ടും ഓടി വരുന്നത്? എവിടെയാണ്? ദൈവത്തിൻ്റെ മുന്നെയാണ്. അപ്പോഴേ പാരമ്പര്യം വേണ്ട, ജോലി കുഴപ്പമില്ല, കട കുഴപ്പമില്ല, സ്ഥാപനം കുഴപ്പമില്ല, ബസ്സിൻ്റെ സമയം കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഹല്ലേലൂയ. വീണ്ടും ആ അവസരം കിട്ടുമ്പം കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതെല്ലാം പ്രാപിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് പോകും. ഹല്ലേലൂയ. എത്ര കാലം നിങ്ങളിങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കും? അടിമനുഖത്തിൽ പോകും, സ്വാതന്ത്ര്യം പ്രാപിക്കും, അടിമനുഖത്തിൽ പോകുമെന്നാണ് വിചാരിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാതിരുന്നാൽ കർത്താവ് പോലും നിങ്ങളെ ശ്രദ്ധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഒരു യാഗമേ നമുക്ക് വേണ്ടി ഉള്ളൂ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇനി ഒരു യാഗം നിനക്ക് വേണ്ടി ഇല്ല. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഇനി ഒരു യാഗം നമുക്ക് വേണ്ടി ഇല്ല. പരമോന്നതനായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു 2025 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചു. അതിൽ വിശ്വസിച്ചാൽ നിനക്ക് വിടുതലും അടിമനുഖത്തിനുള്ള സ്വാതന്ത്ര്യത്തെയും ലഭിക്കും. അതിൽ വീണ്ടും നിന്നില്ല എങ്കിൽ അടിമനുഖത്തിലേക്ക് തന്നെ നീ മടങ്ങി പോകേണ്ടിയും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അടിമനുഖത്തിലേക്ക് നീ മടങ്ങിപ്പോകാതെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നീ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ബെഥസ്ദ എന്ന് പറയുന്ന കുളത്തിൻ്റെ കരയിലേക്ക് പോയി. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാമല്ലേ, അവിടെ ഒരു പക്ഷപാതക്കാരനായ രോഗി കിടക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് താൻ ഒരേ കിടപ്പിലാണ്. ആ കുളത്തിനകത്തൊരു ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ എന്തു ചെയ്യും? സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോരും. ഇവൻ പല ആവർത്തി ശ്രമിച്ച് കാണും. എത്രയോ വർഷങ്ങൾ കൊണ്ട് കിടക്കുന്നു. ഈ വർഷങ്ങളുടെ അകത്ത് പല ആവർത്തി ശ്രമിച്ചിട്ടും അവന് കയറിൽ ഒന്ന് ഉരുണ്ട് അതിനകത്ത് വിടാനോ, ആ വെള്ളം കലങ്ങുന്ന സമയത്ത് ദൂതൻ ഇറങ്ങുന്ന സമയത്ത് തനിക്കൊരു സൗഖ്യം പ്രാപിക്കുവാനോ കഴിയാതെ കിടന്നപ്പോഴും തനിക്കൊരു സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗത്തിൻ്റെ, പക്ഷപാതമെന്ന് പറയുന്ന രോഗത്തിൻ്റെ അടിമനുഖത്തിൽ കിടന്ന വ്യക്തിയുടെ അടുത്തേക്ക് സാക്ഷാൽ ജീവിക്കുന്ന കർത്താവും നല്ല വൈദ്യനും നമുക്ക് വേണ്ടി അടിപ്പിണരുകളെ സൗഖ്യം തന്ന കർത്താവ് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. കർത്താവ് അവനോട് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവിനോട് അവൻ അതേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ആ കിടക്ക എടുത്തുകൊണ്ട് നടക്കുവാൻ പറഞ്ഞു. അതേപോലെ അവൻ എടുത്തുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. താൻ രോഗിയാണെന്നും ഇത്രയും വർഷം കിടന്നു എന്നും പോലും മനസ്സിലാവാതെ കർത്താവ് അവന് സ്വാതന്ത്ര്യം നൽകി. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യത്തിൽ അവൻ തിരിച്ച് മടങ്ങിപ്പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത അധ്യായം അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് കർത്താവ് അവനെ ആലയത്തിൽ വെച്ച് കണ്ടു. ഹല്ലേലൂയ. നിങ്ങളത് പൂർണ്ണമായും വായിക്കണം കേട്ടോ. വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് അവനെ എവിടെ വെച്ചാണ് കാണുന്നത്? ആദ്യം കണ്ടത് എവിടെയാണ്? ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ പക്ഷപാതക്കാരനായി കിടക്കുന്നവൻ്റെ അടുക്കലേക്കാണ് കർത്താവ് പോയത്. അതായത് പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? അനങ്ങാൻ വയ്യാതെ സ്ട്രോക്കായി കിടക്കുന്നവൻ. ഹല്ലേലൂയ.
അവൻ്റെ അടുക്കൽ പോയി കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ്. അടുത്ത് അവനെ കാണുന്നത് സഭയ്ക്കകത്ത് വെച്ചാണ്. അവിടെ വെച്ച് അവനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരൊക്കെ ചോദിച്ചു, നിന്നെ സൗഖ്യമാക്കിയത് ആര് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിവായി. അവന് മനസ്സിലായില്ല യേശുവാണ് സൗഖ്യം കൊടുത്തതെന്ന് മനസ്സിലായില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഏറ്റവും അവസാന ഭാഗം വായിക്കുമ്പോൾ അവനെ സഭയിൽ വെച്ച് കണ്ടപ്പോൾ, അവനെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഈ സൗഖ്യത്തെ നീ നിലനിർത്തണമെങ്കിൽ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പക്ഷപാതക്കാരനായ രോഗം വരാൻ കാരണം എന്താണ്? പാപം എന്ന അടിമനുഖത്തിൽ അവൻ പോയത് കൊണ്ടാണ്. എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ പാപം എന്ന അടിമനുഖത്തിലേക്ക് പോയാൽ നിങ്ങൾക്കും രോഗങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, പൈശാചിക ബന്ധനങ്ങൾ വരാം. പാപത്തിൽ നിന്ന് നിന്നെ കർത്താവ് വീണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നീട് പാപിയായി ജീവിക്കരുത്. എന്താണ് പാപം? എഴുതിയിരിക്കുന്ന വചനപ്രകാരമല്ലാതെയുള്ള ജീവിതമാണ് പാപം. ഹല്ലേലൂയ. പാരമ്പര്യ നുഖത്തിൽ നിന്ന് വിടിവെച്ചെടുത്ത ശേഷം വീണ്ടും പാരമ്പര്യത്തിൽ പോകുന്നതാണ് പാപം. കഴിഞ്ഞ നാളിൽ ചെയ്ത തെറ്റുകളിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്ത ശേഷം വീണ്ടും പഴയതിലോട്ട് പോകുന്നതാണ് പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വീണ്ടെടുത്തതിന് ശേഷം കർത്താവ് അവനോട് ഇങ്ങനെ പറഞ്ഞു, അവൻ ഇഷ്ടപ്പെട്ടില്ല, അവൻ കർത്താവിനെ ഒറ്റി കൊടുത്തു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? അവന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ എനിക്ക് അതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അവൻ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ജീവിതം മാറ്റിവെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളിയിനകത്ത് പോയപ്പം കഴിഞ്ഞ നാളിൽ ചെയ്ത പാവത്തിനേക്കാളും വലിയ പാവമൊക്കെ ചെയ്തുകൊണ്ട് അണ്ണൻ നടക്കുകയാണ്. കർത്താവ് ഇങ്ങ് വിളിച്ചു, ഇങ്ങ് വാ, ഇനി മേലാൽ പാവം ചെയ്യരുത്, ചെയ്ത് ഇന്ന് വീണ്ടും ചെന്ന് ബെഥസ്ത കുളത്തിൻ്റെ കരയെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും സഹിക്കുമോ? സഹിക്കൂ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാപിയായി തുടരുവാൻ, അടിമനുഖത്തിൽ കിടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിന്നിൽ ഒരു വിശുദ്ധ ജീവിതമുണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ നിന്നിലൂടെ വിടുവിച്ചെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നീ വ്യത്യസ്തനായി നീർന്ന നിന്റെ അടിമനുഖം പൊട്ടിയാലേ അടിമനുഖത്തിൽ കിടക്കുന്നവരെ വിളിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കുരുടനെ നടത്തിയാൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും കുഴിയിൽ വീഴും. ഹല്ലേലൂയ. നിനക്ക് കണ്ണ് കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ കുരുടനെ നിനക്ക് വഴി നടത്തുവാൻ കഴിയൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മളാകുന്ന വിശ്വാസികൾ കുരുടന്മാരാണ്. എന്നിട്ട് അരക്കുരുടുള്ള, നമ്മളിപ്പോൾ 2 കണ്ണും കുരുടാണ്. അരക്കുരുടുള്ളവനോട് പറയണം, നീ ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണ്, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, നീ അന്യഭാഷ പറയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പകുതിക്കെ എങ്കിലും പമ്മി നടന്നു പോയതാണ്. നിങ്ങൾ പറഞ്ഞ് 2 കണ്ണും അടച്ച് അവരിപ്പോഴും നേരെ വലിയ കുഴിയിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ആദ്യം നീ കുരുട് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നീ പൂർണ്ണമായും കാഴ്ചയുള്ളവനായി മാറി നീ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീ യേശുവിൻ്റെ വചനവുമായി നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇതിനകത്ത് പലരോടും പറയാറുണ്ട്, സഹോദര സഹോദരി, ഈ തെറ്റിഞ്ഞി ചെയ്യരുത്. ഹല്ലേലൂയ. ഒരാളോട് ഈ ഇടയ്ക്ക് ഞാൻ പറയുന്നത്, പാസ്റ്ററെ ബാക്കിയുള്ള എന്ത് കാര്യം പറഞ്ഞു ഇതെനിക്ക് മാറ്റാൻ പറ്റൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഞാനും സഹോദരിയോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിന് ഇത് മാറ്റാൻ പറ്റൂല. അവർക്കൊരു സ്വഭാവം വേണമെങ്കിൽ വേറൊരു സ്വഭാവം ഇതിൽ കിടക്കണ്ടേ? വേണ്ടേ? വേണോ? അത് ഭയങ്കര തെറ്റായിപ്പോയി. നിങ്ങളെ മുഖഭാവം കാണുമ്പോൾ അറിയാം. എങ്ങനെ ജീവിച്ചാൽ യേശു എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വിടുവിക്കണം. നമ്മൾ ആരടുത്താണ് വന്നത്? ആരടുത്താണ്? ഉറച്ചു പറ. ഹല്ലേലൂയ. നമ്മൾ ആരടുത്താണ് വന്നത്? യേശുവിൻ്റെ അടുക്കലാണ് വന്നത്. നമ്മൾ യേശുവിനെ അറിഞ്ഞ വ്യക്തികളാണെങ്കിൽ യേശു എന്ത് ചെയ്യണം? നമ്മളെ സൗഖ്യമാക്കണം. നമ്മൾ നന്നാവൂല, നമ്മളെ തല്ലരുതമ്മാവാ, നമ്മൾ നന്നാവൂല. യേശു എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. യേശു എന്ത് ചെയ്യണം? വിടുതൽ നൽകണം. യേശു എന്ത് ചെയ്യണം? നമ്മളെ രക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം സഭയിൽ വരുമ്പോൾ കർത്താവ് അത് ചെയ്തു. നീ തെറ്റുകാരനായിട്ടും കുറ്റക്കാരനായിട്ടും നീ പാപിയായിരുന്നിട്ടും നീ പാരമ്പര്യ ശാപത്തിൽ കിടന്നവനായിട്ടും നീ ഇരുട്ടിൻ്റെ മേഖലയിൽ കിടന്നപ്പോഴും കർത്താവ് നിന്നെ വിടുവിച്ചു. ബെഥസ്ത കുളത്തിൻ്റെ കരയിൽ കിടന്നവനോട് ചെന്ന് മാനസാന്തരപ്പെടുവാൻ കർത്താവ് സുവിശേഷീകരിച്ചില്ല.
സുവിശേഷിച്ച നീ മാനസാന്തരപ്പെടണം, എന്നാലേ നിനക്ക് ഈ കടക്ക എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നിന്നോട് പറഞ്ഞില്ല കർത്താവ്. ഹല്ലേലൂയ. നിനക്ക് അത്യാവശ്യമായിരുന്ന അത്ഭുതങ്ങളെ കർത്താവ് നടത്തിയില്ലേ? നടത്തിയോ? ആ ദൈവത്തിനെ എന്തുകൊണ്ട് നീ സേവിക്കുന്നില്ല? ആ ദൈവം തന്ന വിടുതലിനെ എന്തുകൊണ്ട് നീ നിലനിർത്തുന്നില്ല? വീണ്ടും നീ എന്തിനാ അടിമമുഖത്തിൽ പോകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം സത്യദൈവമാണ്. അവൻ വിശുദ്ധനാണ്. അവനെ അറിയുന്നവർ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തെ അറിഞ്ഞ നീ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വിടുതൽ നിന്റെ കയ്യിൽ നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിന് ശാപമെന്ന അടിമമുഖത്തിൽ നിന്ന് നിന്നെ മാറ്റുവാൻ കഴിയും. പാരമ്പര്യമെന്ന അടിമമുഖത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും. രോഗമെന്ന അടിമമുഖത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും. സാമ്പത്തികമെന്ന അടിമമുഖത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും. നിൻ്റെ ജീവിതത്തിനകത്ത് ഏതൊക്കെ അടിമമുഖം ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾ കൊണ്ടിട്ടാലും, ലോകം കൊണ്ടിട്ടാലും, ഒറ്റപ്പെടലിനായാലും, എവിടെ നിന്നായാലും കർത്താവിന് വിടിവിച്ചെടുക്കുവാൻ കഴിയും. പക്ഷേ വിടിവിച്ചെടുക്കുന്ന നീ, അല്ലെങ്കിൽ വീണ്ടെടുപ്പ് കിട്ടിയ നീ, ദൈവത്തെ തുള്ളിയും ആരാധിച്ചും ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ കുടുംബത്തിനകത്തൊന്നും നീ ഒറ്റയ്ക്കായിരിക്കും വെളിയിലിറങ്ങിയത്. നിന്നെ ഒറ്റയ്ക്കായിരിക്കും കർത്താവ് വിളിച്ച് വേർതിരിച്ചറിയുന്നത്. ഭയപ്പെടരുത്. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചാൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അതേപോലെ കർത്താവ് ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നുണ്ട്. അവർ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. മടങ്ങി വരുന്ന സമയത്ത് യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്ന് അവരെ പിന്തുടർന്ന ഫറവോൻ്റെ സൈന്യം അവരെ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ചെങ്കടൽ കിഴക്കൻ കാറ്റ് ഉപയോഗിച്ച് വിഭജിച്ച്, മോശയുടെ അധികാരത്തിൽ തന്നെയാണ്, പക്ഷെ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചത് ആരാണ്? ദൈവം. ആ ദൈവം അടുപ്പിച്ച് ചെങ്കടലിനെ വിഭജിച്ച് വഴി ഒരുക്കി അവരെ കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവമായ യഹോവ ആദ്യമായി അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിലും കുതിരകളിലും ആശ്രയം വയ്ക്കരുത്. അതാ നിങ്ങൾ ആശ്രയം വെച്ചാൽ നിങ്ങൾ തിരിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും. വീണ്ടും അടിമമുഖത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ. ദൈവം സാമ്പത്തിക സ്വാതന്ത്ര്യം തരുമ്പോൾ, നിനക്ക് ആരോഗ്യ സ്വാതന്ത്ര്യം തരുമ്പോൾ, വിടുതൽ നൽകുമ്പോൾ, വീണ്ടും നിന്റെ അഹങ്കാരം കൊണ്ട് അടിമമുഖത്തിലേക്ക് പോകരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ചെങ്കടൽ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നാനമാണ്. സ്നാനത്തിലൂടെ നീ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെന്ന് പാരമ്പര്യമായി ചെന്ന് നിന്ന് കൊടുക്കരുത്. വീണ്ടും വേണ്ടാത്ത കൈവെപ്പിൽ അകപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്നെ പിന്തുടരുന്ന ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും, നിൻ്റെ പാരമ്പര്യ സ്വാധീനങ്ങളാകട്ടെ, നിന്നെ 400 വർഷമോ 500 വർഷമോ നിൻ്റെ തലമുറയെ ബന്ധിച്ച അടിമമുഖമാകട്ടെ, ഇതിനെ വിടിവിക്കുവാൻ ചെങ്കടൽ കടന്ന് നീ അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സ്നാനമെന്ന ശുശ്രൂഷ കഴിഞ്ഞ് നീ അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നീ പിന്നീട് ആ കാനാൻ ദേശത്ത് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നീ കുഴിക്കാത്ത കിണറിൽ നിന്ന് വെള്ളവും, നീ നടാത്ത തോട്ടിൽ നിന്ന് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഭക്ഷണവും നീ കഴിക്കുമ്പോൾ നിഗളിയായി വീണ്ടും തിരിച്ച് നീ വീണ്ടും മിസ്രൈമിലേക്ക് പോകാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉറപ്പിച്ച് നിർത്തിയ സഭയ്ക്കകത്ത് ഉറച്ചു നിൽക്കണം. ഇത് നിങ്ങളോടും മീഡിയ വഴി കേൾക്കുന്നവരോടുമുള്ള ദൂതാണ്. നീ അങ്ങനെ ഉറച്ചു നിന്നില്ലെങ്കിൽ വീണ്ടും നീ അടിമമുഖത്തിലേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം വീണ്ടും നീ അലക്ഷ്യമാക്കി കളഞ്ഞാൽ നീ നേരത്തെ കളം കെട്ടപ്പെട്ട നിലയിലായി പോകും. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. 400 വർഷം കൊണ്ട് ഫറവോൻ്റെ സന്നിധി കിടക്കുന്ന ഇത്രയും ലക്ഷം ജനങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്താൽ ചിലപ്പം വിടുതൽ കിട്ടുമായിരിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവരുടെ തൊഴിൽ എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നു, ചുള്ളകളിൽ പോകുന്നു, മണ്ണ് ചവിട്ടുന്നു, കല്ല് വാർക്കുന്നു, അതിനെ ഫറവോൻ്റെ ആൾക്കാർക്ക് വീടുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാക്കുവാനുമായി ഉപയോഗിക്കുന്നു. വീണ്ടും വീട്ടിൽ പോകുന്നു.
ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവനെ യഹോവയായ ദൈവം സ്നേഹിച്ചതുകൊണ്ട്, തൻ്റെ പാരമ്പര്യത്തോട് പറഞ്ഞതുകൊണ്ട്, താൻ മോശെ എന്ന വ്യക്തിയെ കൊണ്ട് വെടിവിച്ച് വെളിയിൽ കൊണ്ടുവന്ന് തന്നെ പിന്തുടർന്ന ഫറവോനെ നീ ഇനി കാണുകയില്ല എന്ന, മിസ്രൈമിനെ ഇനി കാണുകയില്ല എന്ന വാഗ്ദത്തം നൽകി അവരെ ചെങ്കടലിൽ പൂത്തിക്കളഞ്ഞ് അവരെ കാനാൻ ദേശത്തിനകത്ത് കൊണ്ട് നട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ ജനമേ, നിങ്ങളെ കർത്താവ് അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നവരായതുകൊണ്ട് ഞാൻ പറയാം, നിന്നെ കൊണ്ടുവന്ന് പുതിയൊരു ദേശത്തിനകത്ത് കൊണ്ട് നട്ടിരിക്കുന്നത്, പുതിയൊരു സ്ഥലത്ത് കൊണ്ട് നട്ടിരിക്കുന്നത്, പുതിയ അഭിഷേകത്തിൻ്റെ കീഴിൽ നിന്നെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്, പുതിയ അന്യഭാഷയോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവോടെ നിന്നെ നിർത്തിയിരിക്കുന്നത് നീ വീണ്ടും അടിമനുഖത്തിൽ പോകാതിരിക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിന്നെ അടിമയാക്കിയവൻ അറിയാം, ഈ സ്വഭാവത്തിൽ വന്നാൽ നിന്നെ വീണ്ടും അടിമയാക്കാം. കഴിഞ്ഞ നിന്റെ ജീവിത ശൈലികൾ അവന് നന്നായി അറിയാം. ഹല്ലേലൂയ. ഇനി ഒരിക്കലും അങ്ങനെ പോകരുത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവം നിൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കെന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്ന വ്യക്തികൾ മാത്രം ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, നന്നായി കരമടിച്ചാട്ടെ. നീ സ്വാതന്ത്ര്യത്തിലാണ്, നീ അടിമനുഖത്തിലല്ല, നീ പിശാചിൻ്റെ അടിമയല്ല, ലോകത്തിൻ്റെ അടിമയല്ല, പാരമ്പര്യത്തിൻ്റെ അടിമയല്ല. നിങ്ങൾ കേട്ടി അന്യഭാഷയിൽ അല്പനേരം കർത്താവിനെ സ്തുതിച്ചാട്ടെ, അല്പനേരം കർത്താവിനെ ആരാധിച്ചാട്ടെ, ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. നീ ആരാധിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങുന്നിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് നീ സ്വാധീനത്തിന് പോലും, പിശാചിൻ്റെ സ്വാധീനത്തിന് പോലും നിലനിൽപ്പില്ല. കാരണം നീ ആരിലാണ്? സ്വാതന്ത്ര്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നീ. ഹല്ലേലൂയ. വേണമെങ്കിൽ തലയിൽ കൈവച്ചിട്ട് പറ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവിധ സ്വാതന്ത്ര്യവും എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്താണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം? ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഒന്ന് ഉയർത്തി കാണിച്ചോട്ടെ. കുറേ പേർക്ക് ഉയർത്താൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിക്കുന്നവൻ, ഇത് ഭക്ഷിക്കുന്നവൻ വിശക്കില്ല, ദാഹിക്കില്ല. ദൈവത്തിൻ്റെ തിരുവചനം അനുസരിച്ച് ജീവിക്കുന്നവന് പിന്നീട് പാപത്തിൻ്റെയും മരണത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുവാനും കഴിയുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം എന്ത് വേണം? ആത്മാവിലുള്ള ആരാധന വേണം. രണ്ടാമത് എന്ത് വേണം? ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം നിന്നെ വിടുവിച്ചുവെന്ന് മനസ്സിലാക്കി ആ പ്രമാണത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തോ പറഞ്ഞു, ഒരു TV വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു മാനുവൽ കിട്ടുന്നത് പോലെ റിമോട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ അതിൻ്റെ ബാറ്ററി ഇടാം, എങ്ങനെയാണ് പവർ ഓൺ ആക്കേണ്ടത്, എങ്ങനെയാണ് മെനു എടുത്ത് അതിനകത്ത് സെറ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോളിയം കൂട്ടേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു മാനുവൽ ഉള്ളതുപോലെ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ജനനം മുതൽ മരണം വരെയുള്ള മാനുവലാണ് നിൻ്റെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളെ സങ്കടത്തിലും വിഷമത്തിലും പ്രയാസത്തിലും, നിൻ്റെ മക്കളുടെ കല്യാണമാകട്ടെ, നിൻ്റെ കല്യാണമാകട്ടെ, നിൻ്റെ കുടുംബജീവിതമാകട്ടെ, നിൻ്റെ ഭവനപ്പണിയാകട്ടെ, മറ്റെന്തിനു വേണ്ടിയുള്ള വചനം ഇതിനകത്തുണ്ടെങ്കിൽ ആ വചനമനുസരിച്ച് നീ മൂവ് ചെയ്താൽ, ആ വചനമനുസരിച്ച് നീ നടന്നാൽ ഒരു കാരണവശാലും നിൻ്റെ ജീവിതത്തിനകത്ത് പാപമെന്നോ മരണത്തിമെന്നോ ഉള്ള അടിമനുഖത്തിലേക്ക് നിനക്ക് പോകുവാൻ കഴിയില്ല. കർത്താവ് നിന്നെ വീണ്ടും വീണ്ടും സ്വാതന്ത്ര്യമാക്കിക്കൊണ്ടേയിരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരാധന വേണം, എന്ത് വേണം? സത്യവചനം നീ അറിയണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അതൊന്ന് വായിക്കണം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഹല്ലേലൂയ. സത്യത്തിലാണ് ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത്. സത്യം എന്താണ്? നിറങ്ങളിലിരിക്കുന്ന വചനമാണ്, എഴുതിയ വചനമാണ് സത്യം. ഈ വചനത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നേരെ നടക്കുക എന്ന് പറഞ്ഞാൽ നേരെ നടക്കുക എന്ന് തന്നെ, ഇടത്തോട്ടും വലത്തോട്ടും തിരിയരുതെന്ന് പറഞ്ഞാൽ തിരിയരുതെന്ന് തന്നെ, ഈ വസ്ത്രധാരണമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതേ പാടുള്ളൂ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ആരാധനയെ പറ്റുമെന്ന് പറഞ്ഞാൽ അതേ പറ്റുകയുള്ളൂ. ഈ സ്നാനമാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പാരമ്പര്യം പഠിപ്പിച്ചു, അവർ പഠിപ്പിച്ചു, ഇന്നവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എഴുതിയ വചനമുണ്ട്. നിനക്ക് വായിക്കാറിഞ്ഞുണ്ടെങ്കിൽ വായിക്കാവുന്ന ഒരു മോളെയോ മോനെയെങ്കിലും നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി അതും പറ്റിയില്ല എങ്കിൽ നിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലെങ്കിലും ഓഡിയോ ബൈബിൾ കർത്താവ് ഇപ്പോഴും തന്നിട്ടുണ്ട്. ഇത്രയും ടെക്നോളജി വളർത്തി നിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനറിയാം അവിടെ ചെന്ന് നിന്ന് നീ അടുത്ത് കള്ളം പറയുവാൻ വാ തുറക്കുമ്പോൾ കർത്താവ് പറയും, ഇതെല്ലാ ടെക്നോളജി ഉണ്ടായിട്ട് നിനക്ക് മനസ്സിലാവാത്തതാണെന്ന് പറയും. ഹല്ലേലൂയ. അപ്പം കർത്താവ് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? സത്യവചനത്തിലുള്ള വിശുദ്ധീകരണം നൽകിയിട്ടുണ്ട്. നിങ്ങളെ വീണ്ടും അടിമമുഖത്തിലേക്ക് ആക്കാതെ വണ്ണം നിങ്ങൾ വിശുദ്ധരായി ജീവിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 36 വരെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് വായിച്ചാൽ മതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 36 വരെ വചനത്തിനകത്ത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ വിശുദ്ധീകരിക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതിൽ ഉറച്ചു നിന്നാൽ നിനക്കൊരടിമനുഖവും വരികയില്ല, നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു അടിമനുഖവും വരികയില്ല, നിൻ്റെ തലമുറയിനകത്ത് ഒരു അടിമനുഖവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിഞ്ഞു, സത്യം നിങ്ങളെ വിശുദ്ധീകരിച്ചു, സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു എന്ന വചനമെന്ന സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ആ ക്രിസ്തു എന്ന സത്യത്തോടൊപ്പം നടക്കുമ്പോൾ പിന്നീട് നിങ്ങൾ അടിമനുഖത്തിലേക്ക് ആക്കുവാൻ ആർക്കും കഴിയല്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? വചനമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊരു പ്രതികൂലം കാണുമ്പോൾ കരയുന്നവരായിട്ടല്ല, എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീണാലും എനിക്ക് അനർത്ഥം ഭവിക്കില്ലെന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്ന നിങ്ങൾ വചനം കൊണ്ട് ജീവിക്കുന്നവരായി തീരണം. അടിമനുഖം എന്ന് പറയുന്ന ആ നുഖത്തിൽ നിന്ന് നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം പറയുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരാകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി ജീവിച്ചാൽ അതിൻ്റെ അന്ത്യം, ഏറ്റവും അവസാന കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാണ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിൻ്റെ കാകള ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാക്കളെ പോലെ പറന്നുയരാൻ കഴിയും. കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ അടിമനുഖത്തിലല്ല, നിങ്ങളെ സത്യം സ്വതന്ത്രമാക്കിയതാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെന്ന ആത്മാവിനാലുള്ള സ്വാതന്ത്ര്യം ലഭിച്ച വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ആക്കി വെച്ചതാണ്. നിൻ്റെ ദേശത്തിനകത്ത്, നിൻ്റെ പട്ടണത്തിനകത്ത് നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ വിളിച്ചു പറയുവാനാണ് കർത്താവ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് ലഗ്യോൻ ബാധിച്ച ഒരു സഹോദരൻ്റെ അടുക്കലേക്ക് പോയി. 6000 ഭൂതങ്ങൾ അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അവൻ്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങിപ്പോയപ്പോൾ പ്രതികൂല കാലാവസ്ഥകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും തൻ്റെ കപ്പലിനെ അടിച്ചപ്പോഴും കർത്താവ് തൻ്റെ ആഗ്രഹപ്രകാരം അവൻ്റെ അടുക്കലേക്ക് പോയി. തന്നോട് സംസാരിച്ചപ്പോൾ അവൻ്റെ മേൽ കിടന്ന ഭൂതങ്ങളെ മാറ്റി അവരെ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ച്, അതിനുശേഷം ആ പന്നിക്കൂട്ടം തകർന്നു പോകുന്നത് കണ്ടിട്ട് പന്നികളെ മേയ്ക്കുന്നവൻ യേശുവിനെ പുറത്താക്കിയെങ്കിലും, ആ ദേശക്കാർ പുറത്താക്കിയെങ്കിലും, ഈ സഹോദരൻ സുബോധം കൊണ്ട് വസ്ത്രം ധരിച്ച്
തൻ്റെ മുന്നിൽ വന്നിരുന്നത്. തന്നോട് കൂടെ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ ഇതെന്ന് നിൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും അറിയിക്കുക. ഹല്ലേലൂയ. കാരണം സത്യമാകുന്ന ക്രിസ്തു ഈ ദേശത്തിലേക്ക് കാൽ ചവിട്ടിയിരിക്കുന്നു. അവൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ തൻ്റെ ദേശം മുഴുവൻ, ദക്കപ്പോലെയും ദേശം മുഴുവൻ അവൻ സുവിശേഷം അറിയിച്ചു. അടുത്ത നാളുകളിൽ കർത്താവ് വീണ്ടും മടങ്ങി വരുന്ന ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത്, കർത്താവ് അവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ ആ ദേശം യേശുവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. ഒരുവന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ അവൻ വീണ്ടും അടിമനുഖത്തിലാക്കപ്പെടാതെ വണ്ണം അവൻ സത്യദൈവത്തെ അറിഞ്ഞപ്പോൾ, സത്യസന്ധമായി അവൻ ജീവിച്ചപ്പോൾ, സത്യസന്ധമായി അവൻ നടന്നപ്പോൾ, പ്രിയ ജനമേ, ഒരു ദേശത്തെ വിടുവിക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വരുന്ന ദേശത്തിൻ്റെ വിടുതൽ നിങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ദേശം വിടുവിക്കേണ്ടത് നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ പട്ടണം വിടുവിക്കേണ്ടത് നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ പട്ടണം കർത്താവിന് വേണ്ടി വിടുവിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുമ്പോൾ, തിരുവനന്തപുരം ജില്ല വിടുവിക്കപ്പെടുമ്പോൾ, ഇന്ത്യയുടെ പല ഭാഗങ്ങൾ വിടുവിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം വിടുതലിലേക്ക് വരും. ഹല്ലേലൂയ. ഇനി നടക്കാൻ പോകുന്ന റിവൈവൽ അതാണ്. ഹല്ലേലൂയ. അടുത്ത് വരാൻ പോകുന്ന തലമുറ അതാണ്. സ്വാതന്ത്ര്യം ലഭിച്ച തലമുറ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാൻ പോകുന്നതാണ് അടുത്ത തലമുറ. ഹല്ലേലൂയ. വീണ്ടും കെട്ടപ്പെട്ട നിലയിലേക്ക് പോകുവാൻ നിങ്ങളെ തന്നെ അനുവദിക്കരുത്. വീണ്ടും കഷ്ടങ്ങളിലേക്കും പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോയി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചാൽ വിളി കേൾക്കില്ല എന്നല്ല, കർത്താവിൻ്റെ മുഖത്തേക്ക് വരരുത്. കാരണം നിന്നെ വിടുവിക്കാൻ കർത്താവ് റിസ്ക് എടുത്തത് അത്രത്തോളമുണ്ട്. താൻ ഒരു പാവവും ചെയ്യാതെ നിൻ്റെ പാപത്തെ, എൻ്റെ പാപത്തെ, നമ്മുടെ തലമുറകളെ പാപത്തെ ചുമന്നുകൊണ്ട് 2025 വർഷത്തിൽ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് ഒരു മനുഷ്യകോലം പോലും അറിയാൻ കഴിയാതെ അടിച്ചു നുറുക്കി തൻ്റെ അവസാന തുള്ളി ചോര വരെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ വീണ്ടെടുത്ത് അടിമനുഖത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുമ്പോൾ വീണ്ടും ചെന്ന് അടിമനുഖത്തിൽ കിടന്നിട്ട് അപ്പാപിതാവേ എന്ന് വിളിക്കുവാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തെ ജഡത്തിന് അവസരമാക്കരുത്. ഹല്ലേലൂയ. നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കാതെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകണം. എഴുന്നേറ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.